എത്തിയപ്പോൾ അടിപൊളി വൈബായിട്ടോ. ഭയങ്കര ഒരു ഗ്രീനറിയും അല്ലാത്തൊരു തണുപ്പും. അയ്യോ അടിപൊളിയാണ് കേട്ടോ ഗായ്സ്. അപ്പം ഞാനിപ്പോൾ ബാംഗ്ലൂർ ടൗൺ ഹാളിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് ഒരു റൈഡിങ് ഗ്രൂപ്പിൻ്റെ കൂടെ അർക്കാവതി റിവറിലേക്കാണ് കേട്ടോ പോകുന്നത്. നമുക്ക് ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഒരു 65-70 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണുള്ളത്. നല്ല പാറക്കെട്ടുകൾ, അതേപോലെ ഡാം, ചെറിയ വാട്ടർഫാൾസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒന്നിലധികം സ്പോട്ടുകൾ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി പ്ലേസാണ് കേട്ടോ അർക്കാവതി റിവർ. ഇറ്റ്സ് റിയലി ഓസം. ഓക്കെ, 19 ബൈക്കുകൾ വന്നിട്ടുണ്ട്. ഞാൻ ഇവരുടെ കൂടെ ആദ്യമായിട്ടാണ് റൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ ബ്രീഫിംഗ് സെഷന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ റൈഡിങ്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. സോ എനിക്കങ്ങനെ ആദ്യം വലിയ പരിചയ കാര്യങ്ങളൊന്നുമില്ല. സ്ലോലി നമ്മളിങ്ങനെ പരിചയപ്പെട്ട് വരും എന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് സീ. അപ്പോൾ നമ്മൾ ടൗൺ ഹാളിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. സാറ്റലൈറ്റിൻ്റെ അവിടെ എത്തി കേട്ടോ. നമുക്കിനി ഇവിടുന്ന് ഏറെക്കുറെ ഒരു 60 കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക്. അർക്കാവതി റിവർ എന്നാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര്. ഒന്നിൽ കൂടുതൽ സ്പോട്ടുകളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ. കപ്പിൾസ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ചെക്കന്മാരാണെങ്കിലും എന്തുകൊണ്ടും ഭയങ്കര ഒരു അടിപൊളി വൈബുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ അത്. ഞങ്ങൾ 6 മണിക്ക് അവിടുന്ന് ബ്രീഫിംഗ് എല്ലാം കഴിഞ്ഞ് 6 മണിക്ക് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ നേരം വൈകി. പിന്നെ ഇത് ഇവരുടെ ഫസ്റ്റത്തെ ഗ്രൂപ്പ് റൈഡാണ്. അതുകൊണ്ട് തന്നെ എന്താക്കിയിട്ടുണ്ട്, കുറച്ച് അവിടെ ഇവിടെയൊക്കെ കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഫൈൻ. റൈഡെല്ലാം സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോഴേക്കും 7 മണിയായിട്ടോ. ചെറിയ ട്രാഫിക് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് 1-2 റൈഡേഴ്സിന് മിസ്സായി. അപ്പോൾ അവരെ പിക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ എന്ത് ചെയ്ത് ഗ്യാദർ ചെയ്ത്. ഇത് ഒരു മലയാളി ബ്രോ ആണ് കേട്ടോ, വിമൽ എന്നാണ് കേട്ടോ പേര്. ഹായ്, നൈസ് ടു മീറ്റ് യു. നമ്മൾ കനകപുരം റോഡ് കയറാൻ പോകുന്ന. അപ്പം എൻ്റെ മുമ്പിൽ ഇങ്ങനെ വരിയായിട്ട് പോകുന്നത് കാണുന്നില്ല അല്ലേ? കുറച്ച് മുമ്പിലാണ് ദോ പോകുന്നത്, ഓരോരായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തും. അവിടുന്ന് ഞാൻ എന്തായി തരാം, എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി തരാം. പോകണം എനിക്കറിയില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതിൽ കൂടെ വന്നതായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല റോഡൊക്കെ ഭയങ്കര മോശമാണ്, കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഐ ഫെൽറ്റ് ദ സെയിം. പക്ഷേ ഒരു വ്യത്യാസമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല ലൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും കൂടെ ഈ അൺഎക്സ്പെക്റ്റഡ് ഗട്ടർ ഇതൊന്നും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് ടു ബി വെരി ഫ്രാങ്ക്. എനിക്ക് അത് തീരെ ഇഷ്ടമുള്ളതൊരു കാര്യമാണ്. കട്ടറാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിന് പ്രിപ്പയർ ആയിട്ട് പോകണം, ലൈക്ക് ട്രെക്കിങ് വന്നാൽ. പക്ഷേ മെയിൻ റോഡിൽ ഇതേപോലെ കട്ടർ അതൊന്നും എനിക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, ഇത് കണ്ടോ ഞങ്ങളെ റൈഡിൻ്റെ ഇടയിൽ വേറൊരു ചേച്ചി കയറി വന്നേക്കുന്ന സംഭവം. ഭയങ്കര ആംബിയൻസ് ഉള്ള ഒരു റോഡാണ് കേട്ടോ, നൈസ് റോഡ്. പക്ഷേ ഈ റോഡ് ഇപ്പോൾ അങ്ങനെ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് അവിടെ ഇവിടെയും കുറേ കട്ടറൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ബോറാണ്. പക്ഷേ ഭയങ്കര ആംബിയൻസും നല്ല രസമുള്ള റോഡും നല്ല രസമുള്ള കാടും മരങ്ങളും എല്ലാം കൊണ്ടും അടിപൊളിയാണ്. പ്രശ്നമുള്ളൂ ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്ന. അപ്പോൾ കുറേ കട്ടർ, അൺഎക്സ്പെക്റ്റഡ് കട്ടർ, അതേപോലെ കുറച്ച് സ്ഥലത്തെല്ലാം റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ടും എന്താണ് അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ മൈസൂരൊക്കെ പോകുന്നവർ അല്ലെങ്കിൽ കനകപുര ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ റോഡിന് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ സമയത്ത് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യൂല കേട്ടോ. ഇല്ലേ, ഒരുമാതിരി വൃത്തികെട്ട കട്ടറാണ്. 90% കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് ഇനി നമുക്ക് ലൈനിങ് കാര്യങ്ങളൊക്കെ ഇടാനുള്ളൂ കേട്ടോ ഈ റോഡിന് ഇവിടെയൊക്കെ. പക്ഷേ ഇതിൻ്റെ ബാക്കിലേക്കും ഇതിന് ശേഷം അന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പോയ സമയത്തില്ലേ ലൈറ്റ് ഇല്ലാത്ത ടൈം ആയതുകൊണ്ട് എനിക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ. പക്ഷെ ഇന്നിപ്പോൾ കറക്റ്റ് ലൈറ്റൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്. സോ എനിക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് എന്താക്കാം ഇപ്പോൾ ഈ റോഡ് എനിക്ക് റിവ്യൂ ചെയ്യാം. ഞാൻ പോകുന്ന സ്ഥലമല്ല, മെയിനായിട്ട് എൻ്റെ വീഡിയോസ് എല്ലാം കാണുമ്പോൾ ആൾക്കാർ പറയലുണ്ട് ഞാൻ പോകുന്ന സ്ഥലമല്ല, റോഡാണ് എന്താക്കല്ലേ റിവ്യൂ ചെയ്യണത് എന്ന്. ഇവിടെ ഞാൻ പറഞ്ഞില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തുന്നത്. നമ്മൾ ഇതാക്കുന്ന മന്ദാരത്തി വൈഭവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയിട്ടോ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. 3 ആൾക്കാരായിട്ടോ ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ളത്. സേ ഹായ് ബ്രോ. ഹായ്. ഇതാണ് കേട്ടോ ഓർഗനൈസർ മിസ്റ്റർ അദ്നാൻ, മീറ്റ് മിസ്റ്റർ അദ്നാൻ. ഓക്കെ, സോ 3 ആൾക്കാരായിട്ടോ നമ്മളവിടെ വന്നിട്ടുള്ളത്. ഇത് ഇവരുടെ ഫസ്റ്റത്തെ റൈഡാണ്. ഇറ്റ് വാസ് സോ ഓസം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് അവിടെയാണ് കേട്ടോ, അർക്കാവതി റിവർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇപ്പോൾ രണ്ടാമത് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതായത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നല്ല ക്ലൈമറ്റായിട്ടോ. സമയം ഒരു 8:40 ആയി. പക്ഷേ അധികം വെയിലിനധികം ചൂടോ കാര്യങ്ങളൊന്നും ആയി തുടങ്ങിയിട്ടില്ല. ഇറ്റ്സ് ഗുഡ്. കണ്ടേ അപ്പോൾ അങ്ങനെ വരിവരിയായിട്ട് ഇതെല്ലാം നമ്മളെ കൂടെ വന്ന ആൾക്കാരാട്ടോ.
ശരിക്കും കനകപുര ടൗണിലെത്തി കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഡിവൈഡർ വരുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണമായിരുന്നു, പക്ഷേ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു, നേരെ പോയിട്ടോ. ഇപ്പോൾ അവരെ കാത്ത് നിൽക്കുന്ന ഈ ചെറിയ ലേക്കിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, അടിപൊളിയാട്ടോ. പറഞ്ഞു എന്നുള്ളൂ. ഇവിടെ നമുക്ക് ചെറിയ ഒരു ഗ്രാസ് മേട എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് അതിൽ കൂടെ ആ സൈഡിൽ കൂടെ നമുക്ക് വണ്ടി ഇറക്കാം. പക്ഷെ നമുക്ക് ഇപ്പോൾ ഈ ഒരു ടീമിൻ്റെ കൂടെ പോകുന്നതുകൊണ്ട് എന്താക്കാനില്ല, എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിന് ഒറ്റയ്ക്ക് അവിടെ നിർത്താനോ ഇതാക്കാനൊന്നും പറ്റില്ല. സോ ഐ ഹാവ് ലിമിറ്റേഷൻസ്. ഇപ്പോൾ അടിപൊളി വൈബായിട്ടോ. ഭയങ്കര ഒരു ഗ്രീനറിയും വല്ലാത്തൊരു തണുപ്പും ആകെ അടിപൊളിയായിട്ടോ. ഇങ്ങോട്ടേക്കൊക്കെ എത്തിയപ്പോൾ നോക്കിയാൽ വാവ്, സൂപ്പർ. ഇറ്റ്സ് നൈസ്, വെരി മച്ച് നൈസ്. ആ ഒരു കുറച്ച് ഏരിയ മാത്രം ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഫീലിങ്സ് കേട്ടോ, ഭയങ്കര ഒരു വൈബ് ഫീലിങ്സ്. സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. അവിടുന്ന് കോടം പറഞ്ഞിട്ട് ചിലപ്പോൾ ക്യാമറയിൽ കിട്ടിക്കോളണമെന്നില്ല, മാത്രമല്ല വൈഡ് ആംഗിളിലായിട്ടില്ല, അപ്പോൾ ചിലപ്പോൾ കിട്ടിക്കോളണമെന്നില്ല. പക്ഷേ അടിപൊളി ഹിൽ സ്റ്റേഷൻ കേട്ടോ. അത് ഏതാ ഹിൽ സ്റ്റേഷൻ നോക്കിയിട്ട് ഞാൻ അടുത്ത ട്രിപ്പ് ഞാൻ അങ്ങോട്ടേക്ക് പ്ലാൻ ചെയ്യും. അടിപൊളി സ്ഥലം കേട്ടോ അത്. ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അതേപോലെ ഈ ഒരു റോഡ് ഇങ്ങോട്ടേക്കൊക്കെ എത്തിയപ്പോൾ ഇതിന് അടിപൊളിയായി കേട്ടോ, ഭയങ്കര രസം. ഇനി അങ്ങോട്ടേക്ക് ചെറിയ ചെറിയ റോഡുകളായിട്ടോ. കൂടുതലും ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നവരുമില്ല, ചെറിയ ചെറിയ റോഡുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ 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 കുഞ്ഞതായിട്ട് വരുന്ന കേട്ടോ. അടിപൊളി. ഇതിനിടയ്ക്കില്ലേ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി അവിടെ നിർത്തി. ലൈനിൽ നിന്ന് എന്തായി, പുറത്തായി കേട്ടോ. ഇനിയിപ്പോൾ എന്താക്കണം, എനിക്ക് ഓരോ കൂടെ പോയി പിടിക്കണം. എൻ്റെ കൂടെ ബാക്കിൽ ഒരാളുണ്ട് കേട്ടോ. അതായത് ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ ഈ ഹിൽ സ്റ്റേഷനായിട്ടോ ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു അടിപൊളി കേട്ടോ, ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ കല്ലിൻ്റെ ഇടയിൽ കൂടെ ഉള്ള കുറേ വടവുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ചിലപ്പോൾ താഴെ തന്നെ ആയിരിക്കും കേട്ടോ ഈ ഒരു രസം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഒരു മതിലിങ്ങനെ വെച്ചതുപോലെ ഉണ്ട് കേട്ടോ. അടിപൊളി. ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ പറയുക, എനിക്ക് മാത്രം തോന്നിയ ഒരു കാര്യമായിക്കോട്ടെ ചിലപ്പോൾ, ഇവിടുത്തെ മരങ്ങളുടെ ഇലകൾക്കില്ല പിങ്ക് ബ്രൗണ് ഒരു ഷെയ്ഡിങ് വരുന്നുണ്ട് കേട്ടോ. ദൂരത്തു നിന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ഇലകളൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഭയങ്കര ഒരു ബ്യൂട്ടിനെസ് ആണ് കേട്ടോ. ഞാൻ ഈ നേച്ചറൊക്കെ കുറച്ചിങ്ങനെ ആസ്വദിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് അതൊക്കെ കാണുമ്പോൾ എന്താണ് ഒരു രസമാണ്. എന്നെപ്പോലെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല എല്ലാവരും. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, എനിക്ക് ഫീലായ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, പക്ഷേ കാണുമ്പോൾ നല്ല രസമാണ്. നമ്മൾ ഏറെക്കുറെ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് എത്താനായും തോന്നുന്നു. ഞാൻ മാപ്പ് ഇടാതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ദൂരോ കാര്യങ്ങളോ അറിയില്ല. ഞാനിവരെ ഫോളോ ചെയ്ത് വരുമല്ലേ, അപ്പോൾ എനിക്ക് അതിൻ്റെ കറക്റ്റ് ദൂരോ കാര്യങ്ങളോ എനിക്ക് അറിയാനാവില്ല. കല്യാണ പന്തലിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്താക്കുന്നത് വണ്ടിയൊക്കെ ഓടിച്ച് വരുന്നത്. അടിപൊളി. ഇപ്പോൾ വെയിലിന് ചെറുതായിട്ട് ചൂടൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. ഹെൽമെറ്റിൻ്റെ ഉള്ളിലെല്ലാം പുകയുന്ന. അധികം ട്രെക്കിംഗ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം ട്രെക്കിംഗ് ഒന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ റോഡുകളാണ് കേട്ടോ. ട്രെക്കിംഗ് എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടുള്ള റോഡുകൾ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനത്തെ റോഡുകൾ കുറച്ചധികം ഉണ്ട് താനും. ലൈക്ക് ടോട്ടൽ ട്രാവൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 കിലോമീറ്റർ ഇങ്ങനത്തെ റോഡുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടക്കും തലക്കുമൊക്കെ ആയിട്ട്. പിന്നെ ആ സൈഡിൽ ഇങ്ങനെ കാണുന്നില്ലേ കുറച്ചിങ്ങനെ മലകൾ, ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് കേട്ടോ ഈ റിവർ പോണത്. അപ്പോൾ ഞാൻ ആ മഡിട്ട റോഡൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ഇവിടെ നമുക്ക് ഒന്നിലധികം സ്പോട്ടുകളുണ്ടെന്ന്. അപ്പം ഇതിൻ്റെ ഒരു ഫസ്റ്റത്തെ സ്പോട്ടാണ് കേട്ടോ, ഒരു ഗ്രാസ് മേടോ. ഇതിനുള്ളിലേക്ക് നമുക്ക് ചെറിയ ട്രാക്ക് ഉണ്ട്, ബൈക്കൊക്കെ ഇറക്കാം. പക്ഷേ ബ്ലൈൻഡായിട്ട് പോയിട്ട് ഇറക്കരുത്, കാരണം ഇതിനിടയിൽ ചതുപ്പുണ്ടാവും, ചിലപ്പോൾ ബൈക്കൊക്കെ താഴ്ന്നു പോകാൻ മതി. അതുകൊണ്ട് ബ്ലൈൻഡായിട്ട് കൊണ്ടുപോയിട്ട് ഇറക്കരുത്. ബൈക്കിനായിട്ട് പ്രത്യേകിച്ച് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതിൽ കൊണ്ടുപോയി മാത്രം ഇറക്കുക. ഇവിടെ വേറെങ്കിലും വരുന്നൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഹിൽ സ്റ്റേഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ സ്പോട്ട് ഉള്ളതുകൊണ്ട് ഇവർ ഏത് സ്പോട്ടിലേക്കാണ് പോണത് എന്നുള്ളത് എനിക്ക് ഇതുവരെ ഒരു ഐഡിയ ഇല്ല. ഓക്കെ, ലെറ്റ്സ് സീ. അടിപൊളിയാട്ടോ. ഇവിടെയൊക്കെയുള്ള ആൾക്കാരുടെയൊക്കെ ലൈഫും അടിപൊളിയായിരിക്കും. അതായത് ഭയങ്കര ഫ്രഷ് എയർ ആയിരിക്കും. ബാംഗ്ലൂരിനെ സംബന്ധിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഫ്രഷ് എയർ ആയിരിക്കും, പ്ലസൻ്റ് ആയിരിക്കും ക്ലൈമറ്റ്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പക്ഷേ ഒരു കോർപ്പറേറ്റ് കമ്പനി ലൈഫ് കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടില്ല എന്നുള്ളൂ. ഈ ഫാമിങ്, ചെറിയ ചെറിയ കച്ചവടം, ഈ മെക്കാനിക് ഷോപ്പ്, അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾ, സംരംഭങ്ങളൊക്കെ ഇവിടെ നടക്കുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ ഗ്രാസ് മെഡോ. വാവ്, സോ എലിഗന്റ്,
സോ ബ്യൂട്ടിഫുൾ, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. ഇതാണ് കേട്ടോ റിവർ. അത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, അതിങ്ങനെ ഒരു റിവർ ഡാമാക്കി വെച്ചേക്കുന്ന കേട്ടോ, കണ്ടില്ലേ? സൂപ്പർ നൈസ് സ്പോട്ട്. ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ വെയിലിന് ചൂടുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റടിക്കാൻ തുടങ്ങി കേട്ടോ. ഒന്നുകൂടി നന്നായിട്ട് എടുത്തു കേട്ടോ, ഡാമിൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി നന്നായിട്ട് എടുത്ത്. അടിപൊളിയായിട്ടോ, ഭയങ്കര വലിയ ഡാമാണ് കേട്ടോ. ഫ്രണ്ടിൽ എന്തോ സംഭവിച്ചു, എല്ലാവരും ലോക്കാക്കി കേട്ടോ, ബൈക്ക് നിർത്തി. എന്താ സംഭവം എന്ന് അറിയണില്ല. ഒന്ന് വഴി തെറ്റി കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നതാണ്. തിരിച്ചു പോയിട്ട് ഇതിൻ്റെ ശരിക്കുള്ള സ്ഥലത്തേക്ക് പോകുന്ന കേട്ടോ. പക്ഷേ ഈ റോഡ് നല്ല രസമുണ്ട് കേട്ടോ, ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെ അതേപോലെ ആ വെള്ളത്തിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട്. അല്ലേ വേറൊരു ടേണിങ് എടുത്തു കേട്ടോ. അതായത് നമ്മളിപ്പോൾ അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന സമയത്ത് ഈ റോഡിലേക്ക് തിരിഞ്ഞതിന് ശേഷം നമ്മളടുത്തത് രണ്ടാമത്തെ ലെഫ്റ്റാണ്. ആദ്യം എടുക്കേണ്ടത് ആദ്യത്തെ ലെഫ്റ്റാണ് കേട്ടോ. ലെഫ്റ്റല്ല, റൈറ്റ്. അയ്യോ സോറി. അപ്പോൾ നമ്മൾ ഈ റോഡിലെത്തും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഞങ്ങൾ അതിൽ കൂടെ എല്ലാം കറങ്ങി, അപ്പുറത്ത് കൂടെ എല്ലാം കറങ്ങി വന്ന അവസാനം വണ്ടിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ പാർക്കാക്കി. ഇനി അവസാനം എന്ത് ചെയ്യണോ, ഗേറ്റ് ചാടണോ. ഓക്കെ, എന്താ ഇതിൻ്റെ താഴെ കൂടി പോലെ ചാടാന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ ചാടിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഓക്കെ, ചാടിയിട്ടേ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഉൾഭാഗം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം പെർമിഷൻ വേണം. ഇതിൽ നിന്ന് ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആദ്യം ഒരാൾ അവിടെ പോയി സെക്യൂരിറ്റിനോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളെല്ലാവരും ഇതിനുള്ളിൽ കയറിയത്. ഇവിടെ നമുക്ക് ചെറിയൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ, അതിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് കയറി നോക്കാം. ആകെ 36 സ്റ്റെപ്പുള്ളൂ കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഞാൻ വാട്ടറിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതെല്ലാം വെള്ളമാണ് കേട്ടോ. ഇതിൽ കൂടെയാണ് നമുക്കിത് വരുന്നത്. ഇവിടെ കുറേ പുല്ല് പൊന്തി കണ്ടില്ലേ, ഇതെല്ലാം വെള്ളം കേട്ടോ. ഇതിൻ്റെ അടിയിൽ കൂടെ കേട്ടോ വെള്ളം പോകുന്നത്. ഇതാ അതിലൂടെയാണ് കേട്ടോ വാട്ടറിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അടിപൊളി. നമ്മളിപ്പോൾ നേരത്തെ പോയത് ആ സൈഡിലത്താണ് കേട്ടോ. ഞാനിപ്പോൾ നേരത്തെ കണ്ടതുപോലെ ഞാൻ അതായത് ബാൽക്കണിൻ്റെ മുകളിലാട്ടോ. ഈ താഴെ കാണുന്ന പുല്ലൊക്കെ അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് താഴെ കൂടെ കേട്ടോ വെള്ളം പോകുന്നത്. അടിപൊളി, അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആണ് കേട്ടോ. ഇനി നമ്മൾ ഇതാക്കുന്നത് ഇതിൻ്റെ ആ തറ്റത്തേക്ക് പോകാം കേട്ടോ, ഗാലറി സെഷനിലേക്ക്. ഇവിടുന്ന് താഴേക്ക് ഇവിടെ ഒന്നുമില്ല, അവിടെ കേട്ടോ കാണിച്ചാൽ. അയ്യോ അടിപൊളി കേട്ടോ, വെള്ളം കുറച്ച് വരുന്നുള്ളൂ, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഭീകരതയുണ്ട് കേട്ടോ. അടിപൊളി കേട്ടോ, ഭയങ്കര ഒരു ഏരിയ ഉണ്ട് കേട്ടോ, ഒരു ഫുട്ബോൾ ടൗണിൻ്റെ വലുപ്പമുണ്ട് കേട്ടോ അത്. ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡാം വ്യൂ ആണ് കേട്ടോ. ഇനി ഒരു സ്ഥലം കൂടി ഉണ്ടെന്ന് പറയണേ, അങ്ങോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെയും കൂടി കാണിക്കാം. പിന്നെ ഇവരുടെ കൂടെ വന്നതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് അവിടെ പോയിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് വരും. എനിക്ക് എങ്ങനെ അവിടെ പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ പ്ലാൻ ചെയ്തിട്ട് ബാക്കിൽ കാണുന്നില്ലേ, ആ വെള്ളം ഇങ്ങനെ കറക്റ്റ് കാണാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ബ്യൂട്ടിനെസ് അറിയണില്ല. കാരണം ഇതിന് ഈ പുല്ലിന് താഴെ എന്താണ് വെള്ളമാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇവിടുന്ന് ഇങ്ങനെ ഒരു 1/2 കിലോമീറ്ററോളം എന്തായിട്ടുണ്ട്, പായൽ പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് ഗുഡ്. ഗൈസ്, നമ്മളെ കൂടെ വന്ന റൈഡർ ആട്ടോ. ബ്രോ, ഇൻട്രൊഡ്യൂസ് yourself. Yeah, myself Adarsh. I've been riding since from last 10 years. Okay. I own Royal Enfield Interceptor 650. Okay. It's a great pleasure to ride, and we have came to explore one dam. Let's see. I was born and brought up in Bangalore. Hey, poda dey. So ഗായ്സ്, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇതിലൂടെയുള്ള വരുന്നത് അവിടെ നിന്ന് ഇങ്ങനെ കനാല് പോകുന്നതാണ്ടോ, അടിപൊളി കേട്ടോ. ഇതിങ്ങനെ പോയിട്ട് അവിടെ ഒരു കനാലൊക്കെ ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ. പുള്ളി കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഈ കനാലിൽ കൂടെ ഇങ്ങനെ താഴെ കൂടെ ഇങ്ങനെ വെള്ളം പോകുന്നതാണ്. ഇത് 6 feet ആണ് കേട്ടോ. ഇതിന് ഒരാൾക്ക് നീന്താൻ അറിയുന്ന ആൾക്കാരാണെന്ന് തന്നെ പറ്റും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എന്താക്കാൻ പറ്റില്ല, തല പൊന്തിക്കാൻ പറ്റില്ല. കാരണം ഇടയ്ക്ക് ഇതേപോലത്തെ എന്ത് വരുന്നുണ്ട്, സ്ലാബ് വരുന്നുണ്ട്. സോ നമുക്ക് തല പൊന്തിക്കാൻ പറ്റില്ല. സോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പറ്റും, ബട്ട് ഇറ്റ്സ് നോട്ട് അലൗഡ് ഓവർ ഹിയർ. ഇത് ഇവിടെ ആട്ടോ ജോയിൻ്റ് ആവുന്നത്. ഇവിടെ നല്ല വൃത്തിയുള്ള വെള്ളം കേട്ടോ, മീനുകളൊന്നും കാണുന്നില്ല.
അപ്പോൾ നമുക്ക് അവിടെ കേട്ടോ ഗാലറി സെക്ഷൻ ഉള്ളത്, മരത്തിൻ്റെ ചോട്ടിൽ നല്ല തണലത്ത്. Riding for safe. Hope will be reaching home with safe conditions. Okay. Anyways, myself Adarsh, and I'm a mechanical engineer. By To talk about the meat in this particular what this group distinguishes from other group is, it's all transparency, and there is no kind of holding every rider together. I think there is lot of freedom is there, and yeah, that's the main part of this group. And yeah, as a leader, I mean, there is no bossism. The main thing, he leaves everyone free enough, and I've been riding from ഗൈസ് അപ്പോൾ ഇത്രയാണ് കേട്ടോ. അടിപൊളി പറഞ്ഞാൽ അടിപൊളി പ്ലേസാണ്. പ്ലേസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. പോരാത്തതിന് ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതൊരു ഫസ്റ്റത്തെ ഒരു ഇമ്പ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ബെസ്റ്റ്. ഓക്കെ, സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന, അതേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ നിൽക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.